2022 ഫെബ്രുവരി 25 5 ഡൈവേഴ്സ് ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ എന്ന സ്ഥലത്തുള്ള ഓയിൽ പൈപ്പ് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയം അവിടെയുണ്ടായ പ്രഷർ വേരിയേഷൻ കാരണം ഈ 5 പേരെയും പൈപ്പിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. വെനസുലയുടെ അടുത്ത് ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ എന്ന ദ്വീപിലുള്ള പോയിന്റ് പെരെ എന്ന സ്ഥലത്ത് പരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനി എന്ന കമ്പനിയുടെ ഓയിൽ പൈപ്പ് ശരിയാക്കാൻ അതിനുള്ള ജോലി LMCS എന്ന കമ്പനിയുടെ 5 ഡൈവേഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. ഇവർ ശരിയാക്കാൻ പോകുന്ന ആ പൈപ്പ് ലൈൻ 30 ഇഞ്ച് വീതിയുള്ള യു ഷേപ്പിലുള്ള ഒരു പൈപ്പാണ്. ഈ പൈപ്പ് ലൈൻ കടലിന്റെ അടിത്തട്ടിലൂടെ 60 അടി ആഴത്തിൽ 1200 ഫീറ്റ് നീളത്തിലുള്ളതാണ്. ഈ പൈപ്പ് ലൈനിൽ ഇവർ റിപ്പയർ ചെയ്യാൻ പോകുന്ന പൈപ്പിന്റെ പേര് ബെർത്ത് 6. പൊതുവെ കടലിന്റെ ആഴത്തിൽ നിന്നെടുക്കുന്ന എണ്ണ കപ്പലിലേക്ക് മാറ്റി ആ കപ്പൽ എണ്ണ ട്രാൻസ്പോർട്ട് ചെയ്ത് കടലിൽ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പിലേക്ക് എത്തിക്കും. ആ ഓയിൽ ഈ പൈപ്പ് ലൈൻ വഴി സഞ്ചരിച്ച് കരയ്ക്കടുത്തുള്ള എണ്ണ ശുദ്ധീകരണ ശാലയിലെത്തും. അങ്ങനെ കപ്പൽ എണ്ണ കൊണ്ടൊഴിക്കുന്ന പൈപ്പാണ് ബെർത്ത് 5. എണ്ണ ശുദ്ധീകരണ ശാലയിലുള്ള പൈപ്പാണ് ബെർത്ത് 6. ഈ ബെർത്ത് 6ലാണ് 5 ഡൈവേഴ്സ് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത വിധം ഈ 5 പേരെയും എണ്ണ പോകുന്ന ആ 30 ഇഞ്ച് വലിപ്പമുള്ള പൈപ്പിന്റെ ഉള്ളിലേക്ക് ശക്തിയായി വലിച്ചെടുത്തു. ഇവർക്ക് സങ്കല്പിച്ച് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കടലിന്റെ അടിയിലൂടെ പോകുന്ന എണ്ണ നിറഞ്ഞ പൈപ്പിന്റെ ഉള്ളിൽ കുടുങ്ങി. അത് കഴിഞ്ഞ് ഇവർക്ക് എന്തു സംഭവിച്ചു എന്ന് പറയാൻ ഈ 5 ഡൈവേഴ്സിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഓക്കെ ഫ്രണ്ട്സ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. പരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ എന്ന സ്ഥലത്തുള്ള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പല എണ്ണക്കുഴലുകളിൽ സീ ലൈൻ റൈസർ നമ്പർ 36 എന്ന എണ്ണക്കുഴൽ 2018 മുതലേ ഉപയോഗത്തിൽ ഇല്ലാതിരുന്നത് കാരണം ഈ പൈപ്പ് ലൈൻ ശരിയാക്കാൻ LMCS എന്ന മറൈൻ കമ്പനിയെ അയച്ച് ഈ പൈപ്പ് ലൈനിലുള്ള ബെർത്ത് 6 ശരിയാക്കാൻ ആവശ്യപ്പെട്ടു. ഈ ബെർത്ത് 6 എന്ന പൈപ്പ് എണ്ണ ശുദ്ധീകരണ നിലയത്തിൽ നിന്നും 60 ഫീറ്റ് കടലിന്റെ അടിയിലേക്ക് പോയി അവിടെ നിന്ന് 1200 ഫീറ്റ് നീളത്തിൽ പോയി ബെർത്ത് 5 എന്ന മറ്റൊരു എൻഡിലെത്തും. ഇതുപോലെ കടലിന്റെ അടിയിലൂടെ പോകുന്ന പൈപ്പ് ലൈൻ റിപ്പയർ ചെയ്യുന്നത് ഡേഞ്ചർ ആണെങ്കിലും ഇതുപോലെയുള്ള 100-ലധികം റിപ്പയറുകൾ ഈ LMCS കമ്പനി ചെയ്തിട്ടുണ്ട്. ഈ ബെർത്ത് 6 എന്ന പൈപ്പിലുള്ള എണ്ണയെ സംരക്ഷിക്കാനും അത് കേടാകാതിരിക്കാനുമായി പരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനി 2 ആഴ്ച മുൻപ് ഇൻഫ്ലാറ്റബിൾ പ്ലഗ് എന്ന എക്യുപ്മെന്റ് ഈ പൈപ്പിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിരുന്നു. ഈ പൈപ്പ് ലൈൻ ഉപയോഗിക്കാത്തത് കാരണം എപ്പോൾ സർവീസ് ആവശ്യമുള്ള സമയത്ത് ഇത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ പ്ലഗ് ഉള്ളിൽ വെച്ചിരുന്നത്. ഇത് ഓയിൽ ഇൻഡസ്ട്രിയിൽ ഡെഡ് ലെഗ്സ് എന്ന് പറയും. അതുപോലെ ഇതിൽ അപകടമില്ലെന്ന് പറയാനും കഴിയില്ല. ഈ ഇൻഫ്ലാറ്റബിൾ പ്ലഗ് നീക്കാനാണ് പരിയ ഫ്യൂവൽ കമ്പനി LMCS എന്ന കമ്പനിയോട് ആവശ്യപ്പെട്ടത്. ഇത് സാധാരണ പോലെയുള്ള ഒരു റിപ്പയർ ആണെങ്കിലും ഇതിന് പ്ലാനിങ്ങും റിസ്ക് അസസ്മെന്റും ഒബ്സർവേഷനും എല്ലാം വളരെയധികം ആവശ്യമാണ്. കറക്റ്റായിട്ടുള്ള പ്ലാനിംഗ് ഉപയോഗിച്ച് മാത്രമേ ഇങ്ങനെയുള്ള പൈപ്പ് ലൈൻ റിപ്പയർ സേഫായിട്ട് ചെയ്യാൻ കഴിയൂ. ഈ ജോലി ചെയ്യാൻ LMCS ഒരു ഡൈവിംഗ് ബെല്ലിന്റെ ഉള്ളിൽ എയർ ചേംബർ വെച്ച് 8 ഘനയടിയുള്ള ഈ സ്പെഷ്യൽ ഹാബിറ്റേറ്റ് ഫിക്സ് ചെയ്തു. ഇതിന്റെ പേര് ഹൈപ്പർബാരിക് ചേംബർ. ഈ എക്യുപ്മെന്റ് LMCS കമ്പനിയുടെ ഡൈവേഴ്സിന് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കി കൊടുക്കും. അതായത് LMCS കമ്പനി ഈ ക്യൂബ് സ്ട്രക്ചർ ബെർത്ത് 6ന്റെ മുകളിൽ വെച്ചാൽ ഉടനെ ഇതിന്റെ ഉള്ളിലൂടെ ഹൈ പ്രഷറിൽ എയർ പമ്പ് ചെയ്യുന്നത് കാരണം ചേംബറിന്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് പോകും. ചേംബറിന്റെ ഉള്ളിലുള്ള മർദ്ദം കൂടുതലായത് കാരണം ഉള്ളിലേക്ക് വെള്ളം കയറില്ല. ഒരു ഗ്ലാസ് എടുത്ത് വെള്ളത്തിൽ കമിഴ്ത്തി താഴേക്ക് കൊണ്ടുപോകുന്നത് പോലെ. അതുപോലെ ഈ ഹൈപ്പർബാരിക് ചേംബറും വർക്കാകും. ഈ സിസ്റ്റം ഉപയോഗിച്ച് വെള്ളം മാറ്റിയാലുടനെ ഡൈവേഴ്സിന് അവരുടെ ഡൈവിംഗ് ഗിയറുകൾ ഊരി മാറ്റി എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ LMCS കമ്പനി 100-ലധികം തവണ ഈ ജോലി വിജയകരമായി ചെയ്തിട്ടുണ്ട്. ഈ ജോലി ചെയ്യാൻ ഫൈസൽ കുർബൻ, കാസിം അലി ജൂനിയർ, ഋഷി നാഗസർ, യൂസഫ് ഹെൻറി, ക്രിസ്റ്റഫർ ബൂഡ്രം ഈ 5 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡൈവേഴ്സിനെ പൈപ്പ് ലൈൻ റിപ്പയർ ചെയ്യാൻ നിയോഗിച്ചു. ഫെബ്രുവരി 25, 2022 ഉച്ച കഴിഞ്ഞ് ഏകദേശം 2 മണിയോടുകൂടി ഈ 5 ഡൈവേഴ്സിനും തങ്ങൾക്ക് നടക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അറിയാതെ അവരുടെ ജോലി ചെയ്യാൻ ചേംബറിന്റെ ഉള്ളിലേക്ക് പോയി. ഈ പൈപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഇൻഫ്ലാറ്റബിൾ പ്ലഗ് അതിന്റെ മുകളിലുള്ള ഹൈ പ്രഷർ എയറിനെയും താഴെയുള്ള ലോ പ്രഷർ എയറിനെയും തടുത്ത് നിർത്തിയിട്ടുണ്ടാകും. ഇത് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതാണ് ഒരു വലിയ അപകടത്തിന് കാരണമായി തീർന്നതും. 2:30 മണിയോടുകൂടി കാസിം അലി ജൂനിയർ റെഞ്ച് എടുത്ത് ഒരു സഹപ്രവർത്തകന്റെ കയ്യിൽ കൊടുത്ത ഉടനെ അവർ ആ പ്ലഗ് ഡിസ്കണക്ട് ചെയ്യാനുള്ള വാൽവ് ലൂസ് ചെയ്തു. ഇവർക്ക് യാതൊരു മുന്നറിയിപ്പും ഈ സമയം കിട്ടിയിരുന്നില്ല. അവർ ആ പ്ലഗ് ഡിസ്കണക്ട് ചെയ്ത ഉടനെ 1600 ഫീറ്റ് നീളമുള്ള ഈ പൈപ്പിന്റെ ഉള്ളിലുള്ള എല്ലാ ലോ പ്രഷർ കാറ്റും ചേംബറിന്റെ ഉള്ളിലുള്ള ഹൈ പ്രഷർ കാറ്റും തമ്മിൽ മിക്സായി ചേംബറിന്റെ ഉള്ളിലുള്ള ഹൈ പ്രഷർ എയർ ഈ കുഴലിന്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങനെ 2 പ്രഷർ വാല്യൂസിന്റെ ഇടയിലുള്ള ഡിഫറൻസിനെ ഡെൽറ്റ പി എന്ന് പറയും, മൊമെന്റം ചേഞ്ച് ആകുന്നതിനെ. ഈ ഡെൽറ്റ പി പ്രഷർ കാരണം പൈപ്പിന്റെ ഉള്ളിൽ അതൊരു ചുഴി ഉണ്ടാക്കി. ഇത് കാരണം ചേംബറിന്റെ ഉള്ളിലുണ്ടായ
ഉണ്ടായിരുന്ന കാറ്റ്, വെള്ളം, മനുഷ്യർ, എക്വിപ്മെന്റ് എല്ലാത്തിനെയും ആഴത്തിലുള്ള പൈപ്പിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അതായത് ഇവിടെ ഉണ്ടായ വാക്വം വളരെയധികം പവർഫുൾ ആയിരുന്നു. ഇവർ നിന്ന് ജോലി ചെയ്തിരുന്ന ചേംബറിന്റെ ഉള്ളിലേക്ക് കടൽവെള്ളം ഇരച്ചു കയറി ഒരു മരണ ട്രാപ്പായി മാറി. 5 ഡൈവേഴ്സ് അവരുടെ എക്വിപ്മെന്റ്സ് ഈ 30 ഇഞ്ച് വലിപ്പമുള്ള ഇടുങ്ങിയ പൈപ്പിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. കണ്ണ് ചിമ്മുന്ന സമയത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു. അടുത്ത 90 സെക്കൻഡ് നേരം വെള്ളവും എണ്ണയും നിറഞ്ഞ ഈ പൈപ്പിന്റെ ഉള്ളിൽ ശ്വാസം പോലും വിടാൻ കഴിയാതെ 120 അടി ആഴത്തിൽ ഇവരെ വലിച്ചെടുത്തു. അവസാനം ഇതിലുള്ള പ്രഷർ ഈക്വലായി ഈ വാക്വം എഫക്ട് നിന്നതോടുകൂടി ഡൈവേഴ്സിനെ പൈപ്പിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതും സ്റ്റോപ്പായി. ഒരു ഭാഗ്യം പോലെ ഇവർ 5 പേരും ഹൊറിസോണ്ടലായിട്ടുള്ള പൈപ്പിന്റെ ഭാഗത്ത് വന്നു ചേർന്നു. അതായത് കടലിന്റെ അടിയിൽ പൈപ്പിന്റെ ഈ ഭാഗത്ത് കുറച്ച് ബൾജായിട്ടുള്ള പൊസിഷനിലാണ്. ഇത് കാരണം ഈ 5 ഡൈവേഴ്സിനും അവർക്ക് ശ്വാസം വിടാൻ പറ്റുന്നത് പോലെയുള്ള ഒരു എയർ പോക്കറ്റ് ലഭിച്ചു. ഉടനെ അവർ 5 പേരും പൈപ്പിന്റെ ഉള്ളിൽ ഒന്നായി ചേർന്ന് അവരുടെ ഈ അവസ്ഥയും തീവ്രതയും മനസ്സിലാക്കി. ഈ 5 ഡൈവേഴ്സിൽ ക്രിസ്റ്റഫർ ഒരു റെസ്ക്യൂ ഡൈവറാണ്. അതായത് മറ്റു 4 പേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ റെസ്ക്യൂ ചെയ്യുന്നതാണ് ക്രിസ്റ്റഫറിന്റെ ജോലി. ഈ 5 ഡൈവേഴ്സിനെയും പൈപ്പിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളും കസിം അലി ജൂനിയറിന്റെ ബോഡിയിൽ കണക്ട് ചെയ്തിരുന്ന ഗോപ്രോ ക്യാമറ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ പൈപ്പിന്റെ ഉള്ളിലുള്ള ഇരുട്ട് കാരണം ഒന്നും കാണാൻ കഴിയില്ല. ബട്ട് അവരുടെ വോയിസ് കേൾക്കാം. ഇവരുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഈ 100 ഫീറ്റ് നീളമുള്ള എണ്ണക്കുഴൽ ഏകദേശം 3 ഫുട്ബോൾ കോർട്ടിന്റെ നീളമാണ്. കൺഫ്യൂഷൻ, പരിക്കുകൾ, പേടിയോടുകൂടി അവർ അതിന്റെ ഉള്ളിലായിരുന്നു. ക്രിസ്റ്റഫർ ആദ്യം ഇവരെ തലവഴിയാണ് പൈപ്പിന്റെ ഉള്ളിലേക്ക് വലിച്ചതെന്ന് വിശ്വസിച്ചു. അത് കാരണം ഇവർക്ക് പുറത്തേക്ക് വരാൻ ബാക്കിലേക്ക് നീങ്ങണം. പക്ഷേ കാസിം, യൂസഫ്, ഫൈസൽ ആദ്യം കാലാണ് പൈപ്പിന്റെ ഉള്ളിലൂടെ വന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കൂട്ടത്തിലെ മെജോറിറ്റി അഭിപ്രായം വിശ്വസിച്ച് ക്രിസ്റ്റഫർ പരിക്കുകൾ ഉണ്ടെങ്കിലും ക്രിസിന്റെ കാലുകൾ ഇതുപോലെ കാസിമിന്റെ തോളിൽ വെച്ച് ബാക്കിയുള്ളവരോടും ഇതുപോലെ ചെയ്യാൻ പറയാൻ കാസിമിനോട് പറഞ്ഞു. ഈ 5 പേരിൽ അവസാനമുള്ള ഫൈസൽ ഇവരെ മുന്നോട്ട് തള്ളി നീക്കണം. ഒരു ചങ്ങല പോലെ ക്രിസ് മുന്നിൽ, എല്ലാവരും ചേർന്ന് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഭയങ്കര ഇരുട്ടിൽ വഴുവഴുക്കുന്ന എണ്ണയും വെള്ളവും ശ്വാസം വിടാനും ബുദ്ധിമുട്ടി. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് അവർ മുന്നോട്ട് നീങ്ങി. കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ റെഗുലേറ്റർ ഉള്ള 2 ഓക്സിജൻ സിലിണ്ടർ ക്രിസ്റ്റഫറിന്റെ കൈകളിൽ മുട്ടി. പൈപ്പിന്റെ ഉള്ളിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചാൽ മയക്കവും ഛർദിയും ഉണ്ടാകും. അത് കാരണം ഒരു ചെറിയ സിപ്പ് മാത്രം എടുക്കാൻ മറ്റുള്ള 4 പേരോടും ക്രിസ്റ്റഫർ ആവശ്യപ്പെട്ടു. അവർക്ക് ഓക്സിജൻ സിലിണ്ടർ കിട്ടിയെങ്കിലും മുന്നോട്ട് പോകുന്തോറും പൈപ്പിന്റെ ഉള്ളിലുള്ള വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു. ചില ഡൈവേഴ്സ് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുന്നതും പരിക്ക് കാരണം കഷ്ടപ്പെടുന്നുണ്ടെന്നും ക്രിസ്റ്റഫറിന് മനസ്സിലായി. ഇത് കാരണം ബാക്കിലുള്ളവർക്ക് കൂടുതൽ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ നീങ്ങിയാൽ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റഫർ വെള്ളത്തിന്റെ ഉയരം നോക്കാൻ തീരുമാനിച്ചു. അതിനായി ക്രിസ്റ്റഫർ മുന്നോട്ട് നീങ്ങി. പൈപ്പിന്റെ അടുത്ത പാർട്ട് മുഴുവൻ വെള്ളമാണ്. അതുപോലെ ഈ 5 പേർക്കും കൂടി 2 ഓക്സിജൻ സിലിണ്ടർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ക്രിസ്റ്റഫറിന് അറിയാം. ഇത് കാരണം തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു തീരുമാനമെടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. എല്ലാവർക്കും സഹായം എത്തിക്കാൻ വേണ്ടി ക്രിസ്റ്റഫർ തനിച്ച് മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. മറ്റുള്ളവരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം ഇതാണ് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയെന്ന് എല്ലാവരും സമ്മതിച്ച് ക്രിസ്റ്റഫർ സഹായവുമായി തിരിച്ചെത്താമെന്നും അവർക്ക് ഉറപ്പ് നൽകി. ഓക്സിജൻ സിലിണ്ടറിൽ ഒന്ന് ക്രിസ്റ്റഫറിന്റെ കയ്യിൽ കൊടുത്ത് ക്രിസ്റ്റഫർ സഹായവുമായി തിരിച്ചെത്താമെന്നും അവർക്ക് ഉറപ്പ് നൽകി. ക്രിസ്റ്റഫർ പോകണ്ട എന്നും അവരുടെ കൂടെ ഇരിക്കണമെന്നും കാസിം അപേക്ഷിച്ചു. അവസാനം വേറെ വഴിയില്ലാതെ കാസിമിനും സമ്മതിക്കേണ്ടി വന്നു. ക്രിസ്റ്റഫർ കറക്റ്റായിട്ടുള്ള ദിശയിലേക്കാണോ പോകുന്നത്, ഓക്സിജൻ സിലിണ്ടറിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ട് എന്നും അറിയില്ല. ക്രിസ്റ്റഫർ തന്റെ മുന്നിൽ സിലിണ്ടർ വെച്ച് തള്ളി വെള്ളത്തിലൂടെ മുന്നോട്ട് നീങ്ങി. ഇതുപോലെയുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളിൽ സിലിണ്ടർ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇതുപോലെ മുന്നിൽ വെച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ പൈപ്പിന്റെ ചില സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെയുള്ള എയർ പോക്കറ്റ് ഉണ്ട്. സിലിണ്ടറിൽ നിന്ന് വരുന്ന കാറ്റിന്റെ പ്രഷർ വെച്ച് ഓക്സിജൻ തീരാറായ കാര്യം ക്രിസ്റ്റഫറിന് മനസ്സിലായി. എന്തോ ഒരു ഭാഗ്യം എത്തിയതുപോലെ മുന്നോട്ട് നീങ്ങിയപ്പോൾ മറ്റൊരു ഓക്സിജൻ സിലിണ്ടർ കൂടി കിട്ടി. ഇരുട്ടിൽ കഷ്ടപ്പെട്ട് ആ ഓക്സിജൻ സിലിണ്ടർ മാറ്റി. പക്ഷേ അതിന്റെ റെഗുലേറ്ററിൽ മൗത്ത് പീസിന്റെ പാർട്ട് ഇല്ലായിരുന്നു. എണ്ണ വായിൽ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ശ്വാസം മാക്സിമം പിടിച്ച് പുതിയ സിലിണ്ടർ വെച്ച് മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് മറ്റൊരു ഓക്സിജൻ സിലിണ്ടർ കൂടി കിട്ടി. വിടാതെ മുന്നോട്ട് പോയി എങ്ങനെയെങ്കിലും ബെർത്ത് 6 എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങി. അവസാനം മറ്റൊരു എയർ പോക്കറ്റിലെത്തി. ഈ സമയം ഫൈസൽ ക്രിസ്റ്റഫറിന്റെ പേര് വിളിക്കുന്നത് കേട്ടു. ഫൈസൽ എങ്ങനെയൊക്കെയോ ക്രിസ്റ്റഫറിനെ പിന്തുടർന്ന് അവിടെ വരെ എത്തി. ക്രിസ്റ്റഫർ അവസാനം വെള്ളമുള്ള ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഫൈസൽ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു.
പക്ഷേ ക്രിസ്റ്റഫർ കൂടുതൽ സമയം ഇതിന്റെ ഉള്ളിൽ നിൽക്കാതെ വേഗം സഹായം എത്തിക്കാൻ വേണ്ടി ഫൈസലിനെ വെയിറ്റ് ചെയ്യാതെ മുന്നോട്ടു നീങ്ങി. പൈപ്പിന്റെ ഈ ബെൻഡ് എത്തുന്നത് വരെ ക്രിസ്റ്റഫർ കണ്ടിന്യൂസ് ആയി നീന്തി. പല മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിന്റെ ഒടുവിൽ ഇപ്പോൾ ക്രിസ്റ്റഫർ ശരിയായിട്ടുള്ള ബെർത്തിലാണോ എത്തിയതെന്ന് തീരുമാനിക്കാനുള്ള സമയമെത്തി. കാരണം ഒരുപക്ഷെ ക്രിസ്റ്റഫർ ബെർത്ത് നമ്പർ 5 എത്തിയാൽ അവിടെ ഒരു പ്ലഗ് ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് എത്തുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടും കൽപ്പിച്ച് റൈസർ നോക്കി അവസാനം ഒരു പുഷ് കൊടുത്തു. അങ്ങനെ ക്രിസ്റ്റഫർ കറക്റ്റായിട്ടുള്ള ബെർത്ത് നമ്പർ 6 തന്നെ എത്തി. മെഡിക്കൽ ടീമിനോട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ള 4 പേരുടെയും അവസ്ഥ അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പക്ഷേ LMCS ടീമിന് ക്രിസ്റ്റഫർ പറഞ്ഞ ഈ കഥ വിശ്വസിക്കാനായില്ല. പൈപ്പിൽ എണ്ണ നിറഞ്ഞിരുന്നതായും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടർ 1 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും നിൽക്കില്ലെന്ന് കമ്പനി ഉറപ്പിച്ചിരുന്നു. എന്നാലും LMCS കമ്പനിയുടെ റെസ്ക്യൂ ഡൈവേഴ്സ് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി ഈ പൈപ്പിൽ തട്ടി അവർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്തു. പൈപ്പിന്റെ ഉള്ളിൽ നിന്ന് ആരോ തിരിച്ചു തട്ടുന്നത് പോലെയുള്ള സൗണ്ടും ഈ റെസ്ക്യൂ ഡൈവേഴ്സ് കേട്ടിരുന്നു. പൈപ്പിന്റെ ഉള്ളിലുള്ള 4 പേർക്കും അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്നുള്ള വിശ്വാസം വന്നിട്ടുണ്ടാകാം. പക്ഷേ LMCS കമ്പനിക്ക് ഈ 4 പേരെയും എങ്ങനെ രക്ഷിക്കണമെന്നും അറിയില്ല. ഇതിൽ പരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനിയും ഒരു സഹായവും ചെയ്തു കൊടുത്തില്ല. സമയം പോകുന്തോറും പരിക്ക് പറ്റിയ 4 ഡൈവേഴ്സ് എണ്ണയും വെള്ളവും നിറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിനെയും പ്രതിരോധിക്കാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ടാകും. പരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനിയും LMCSും ചേർന്ന് ഇവരെ രക്ഷിക്കുന്നത് പോലെ തോന്നിയെങ്കിലും ഒരു വിധത്തിലുള്ള റെസ്ക്യൂവും അവിടെ നടന്നിരുന്നില്ല. ഈ സംഭവം നടന്ന് 4 ദിവസം കഴിഞ്ഞ് 4 പേരുടെയും ബോഡി പുറത്തെടുത്തു. ഇതിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ മനസ്സിലായത് 3 ഡൈവേഴ്സ് ഫെബ്രുവരി 26-ാം തീയതി വരെ ജീവനോടെ ഉണ്ടായിരുന്നു. ഒരാളുടെ ജീവൻ പോയത് ഫെബ്രുവരി 28-നാണ്. നിർഭാഗ്യവശാൽ അവരെ രക്ഷിക്കാനായിട്ടുള്ള ഒരു സഹായവും അവിടെ എത്തിയില്ല. ഈ സംഭവം നടന്ന് 1 വർഷം കഴിഞ്ഞ് ഈ കേസിന്റെ വിധി വന്നു. പക്ഷേ ആ കേസിന്റെ വിധി എന്താണെന്ന് പൊതുജനങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല.